ശ്ശേ, എന്നാലും ഇത് എത്ര ദിവസമല്ലേ ഇങ്ങനെ വഴി തേടി എത്തുക? ഇങ്ങനെ പോയാലും എത്തൊന്നുമില്ല. നിങ്ങളുടെ പണി കൊടുക്കാണ്ട് പല്ലുകുത്തി എന്നാ പിന്നെ പണി നീങ്ങുവാ. അയ്യോ, പണീൻ്റെ കാര്യം പറഞ്ഞതല്ല, മുഖ്യമന്ത്രി ആവാത്തതിൻ്റെ കാര്യം പറഞ്ഞതാണ്. ഇത് മറ്റേ സിനിമ പറഞ്ഞ മാതിരി ഇപ്പം പൊട്ടും, അടുത്ത നിമിഷം പൊട്ടും. ഇതെപ്പം തേങ്ങ ഉടക്കും സ്വാമി. തേങ്ങയൊക്കെ അവരെപ്പോഴേ ഉടച്ചു. നീ ഒരു കല്യാണത്തിന് വന്നേ. അതിപ്പോ ഞാനറിഞ്ഞിട്ടില്ല. ഓരോടെ മുഖ്യമന്ത്രി ആക്കാൻ ബാക്കിയിലൂടെ പണി തീരാണ്ടിരിക്കുമ്പോ മുഖ്യമന്ത്രി ആവാൻ പറ്റിയ ആള് വരുന്നുണ്ട്. മാനസമാഗത്തിന്റെ എല്ലാം മറന്നു വരും. മാഷേ, ഈടിയ പണിയല്ലേ. എടാ, പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കണം, അല്ലാണ്ട് തേങ്ങക്കും മാങ്ങക്കും കല്ലെറിയാൻ പോയാ ഇതുപോലെ ഇരിക്കും. അത് മാഷക്കറിയാലോ, പഠിക്കുന്ന സമയത്ത് കാലിന് കുറച്ച് അസുഖങ്ങളുണ്ട്. എനിക്ക് സ്കൂളിൽ കൃത്യമായിട്ട് വരാൻ പറ്റിയില്ലല്ലോ, കുറേ ലീവായി പോയില്ലേ. അതുകൊണ്ട് അന്നേരം പരീക്ഷ എഴുതാനും പറ്റിയില്ല. ഓ, അല്ലേ നീ വല്ല പഠിച്ചിട്ട് അങ്ങ് സായിപ്പായി പോയാലും ഇതാ കാണുന്നില്ലേ ഓരോരുത്തൻ. എടാ, ഞാൻ പഠിപ്പിച്ച എത്ര പിള്ളേർ ഏടില്ല എത്തിയടാ. നിങ്ങൾ മാത്രം ഇങ്ങനെ നാടൻ പണിയും കല്ല് ചുമക്കലും. നിങ്ങൾ കുറേ നേരം ആയാലും തുടങ്ങിയിട്ട് ഇവിടെ എല്ലാവരും പഠിച്ച് മറ്റേ വെല്ലുവിളായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പണി എടുക്കാൻ ആൾ വേണ്ട ഇവിടെ. നിങ്ങൾ അമേരിക്കയിലുള്ള മോൻ മന്ത്രിയിട്ട് തരുവാ? ഇല്ലല്ലോ. എടാ വേണ്ട, നീ ഒരു കണക്ക് തട്ടെ. ഇയാൾക്ക് എപ്പോഴുള്ള സുഖം കാണുമ്പോൾ എപ്പോൾ നോക്കിയാലും മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യല്. നിങ്ങളോട് ഞാൻ ഒരു റുപ്യ അങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ, വന്നാലും ഞാൻ ഇപ്പം അങ്ങെടുത്ത് തരും. നിർത്തടാ, മതിയാക്കടാ. നീ ഒന്നും ഒരു കാലത്ത് ഗുണം പിടിക്കൂലെന്നല്ലേ? ഞാനൊക്കെ സഹിച്ച്. നിങ്ങൾ പണി നോക്കിപ്പോ. ഇനി ഏടുന്നതിലും കണ്ടിട്ട് ഇമാര് വർത്താനം പറഞ്ഞു വന്നിട്ടില്ല, ചവിട്ടി മൂടി ഞാൻ പൊളിപ്പിച്ചാടുന്ന. എന്താടാ ഇത്രയൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ഒന്നുമില്ല, നിന്റെ അച്ഛനല്ലടാ അത്. അതുകൊണ്ടാണ് ഞാൻ രണ്ട് പൊട്ടിക്കാൻ ഞാൻ അറിയില്ലെനിക്കേതു വാക്കിനാലച്ഛനെ വാഴ്ത്തുമെന്നറിയില്ല ഇന്നും. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്.